السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയ ശ്രോതാക്കളെ, സിൻഡിൽ എൻസിയുടെ ഈ വേദിയിൽ ലിംഗന്യൂനപക്ഷം തൊലിപ്പുറത്തെ ചികിത്സയല്ല പ്രതിവിധി എന്നതാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം. ലിബറൽ ചിന്താധാരകൾ സമൂഹത്തെ ധാർമ്മികതയിൽ നിന്നും അരാജകത്വത്തിലേക്ക് വലിച്ചയച്ചു കൊണ്ടിരിക്കുന്ന നവസാഹചര്യത്തിൽ ഇത്തരമൊരു വിഷയം ഏറെ പ്രസക്തമാണെന്ന് തോന്നുന്നു. പുതിയ സാഹചര്യത്തിൽ ലിംഗന്യൂനപക്ഷത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേവലം ഒരു വൈയക്തിക പ്രശ്നമായി മാത്രം കണ്ട് അത്ര ലളിതമായി പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. വ്യക്തമായ പ്ലാനിങ്ങുകളും അജണ്ടകളുമുള്ള LGBT എന്ന ചുരുക്കപ്പേരിൽ ഒരു രാഷ്ട്രീയ മുഖം കൂടി ഇതിനുണ്ട് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് വേണം ഈ ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കാൻ. ഇവിടെ ലിംഗന്യൂനപക്ഷം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് തൊലിപ്പുറത്തെ ചികിത്സയാണോ പ്രതിവിധി എന്നതാണ് നമുക്ക് മുമ്പിലുള്ള വിഷയം. ഈ ഒരു ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ലിംഗന്യൂനപക്ഷം എന്ന തീർപ്പിലേക്ക് നാം എത്തേണ്ടതുണ്ട്. LGBT എന്ന ടേം സൂചിപ്പിക്കുന്നത് പോലെ സമൂഹത്തിലെ ഭൂരിപക്ഷത്തിൽ നിന്നും വ്യത്യസ്തമായ ലൈംഗിക ചായ്വും ലിംഗതന്മയും പ്രകടിപ്പിക്കുന്ന സമൂഹത്തിലെ ന്യൂനപക്ഷ വിഭാഗമാണിവർ. പെണ്ണായി പിറന്ന് പെണ്ണുമായി ലൈംഗികാകർഷണം തോന്നുന്ന ലെസ്ബിയൻസും ആണായി പിറന്ന് ആണുമായി ലൈംഗികാകർഷണം തോന്നുന്ന ഗേസെക്സും അതേസമയം ഒരേ സമയം പെണ്ണുമായിട്ടും ആണുമായിട്ടും ലൈംഗിക ആകർഷണം തോന്നുന്ന ബൈസെക്സ്വൽസും അതാണ് ആദ്യത്തെ 3 വിഭാഗം. 4ാമത്തെ വിഭാഗം ട്രാൻസ്ജെൻഡറുകളാണ്. ജീവശാസ്ത്രപരമായി തങ്ങൾ പിറന്ന ലിംഗത്തിൽ അസംതൃപ്തി തോന്നുകയും തങ്ങൾ മറ്റൊരു ലിംഗത്തിൽ പെട്ടവനാണെന്ന് തോന്നുകയും ചെയ്യുന്ന ഒരുതരം മാനസികാവസ്ഥയാണിത്. ഒരല്പം മുമ്പ് വരെ ഇതൊരു കേവലം മാനസിക പ്രശ്നം മാത്രമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നതെങ്കിൽ, എന്നാൽ ആൻഡ്രോജന്റെയും ഈസ്ട്രജന്റെയും ഏറ്റവ്യത്യാസം മൂലമുള്ള ഒരുതരം ജനിതക വൈകല്യം കൂടിയാണിതെന്ന് ഇവരുടെ പഠനങ്ങൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് മാനസിക വൈകല്യം മാത്രമാണ്. ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തിനാണ് പ്രശ്നം, നിങ്ങളുടെ മനസ്സിനല്ല പ്രശ്നം എന്ന് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ഇവിടെയുള്ള ഏക പരിഹാരം ലിംഗമാറ്റ ശസ്ത്രക്രിയ മാത്രമാണെന്ന് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് ഇവിടെ LGBT ആക്ടിവിസം നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയയെ ഒരു പരിഹാരമായി അവതരിപ്പിക്കുന്നതിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ലിംഗമാറ്റ ശസ്ത്രക്രിയ ഇതിനെ ഒരു പരിഹാരമായി കാണുമ്പോൾ മനസ്സകത്തെ തോന്നലുകൾക്ക് അമിതമായ മൂല്യം കൽപ്പിച്ച് യഥാർത്ഥങ്ങളെ വിസ്മരിക്കുകയും അവഗണിക്കുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കറിയാം, മനുഷ്യ മനസ്സ് എന്നത് അതീവ സങ്കീർണതകൾ നിറഞ്ഞതാണ്. പല ചിന്തകളുടെയും പല തോന്നലുകളുടെയും ഉത്ഭവമാണ് മനുഷ്യ മനസ്സ് എന്നത്. ലോകതലത്തിൽ തന്നെ ട്രാൻസ്ജെൻഡറുകൾക്ക് പുറമെ താനൊരു മുയലാണെന്ന് തോന്നുന്ന ട്രാൻസ് റാബിറ്റുകളും ട്രാൻസ് ഗോൾഫുകളും നിലവിലുണ്ട്. അതേ സമയത്ത് ഇത്തരം ചിന്തകൾക്കും ഇത്തരം തോന്നലുകൾക്കും സമൂഹത്തിൽ നമ്മൾ വില കൽപ്പിച്ചാൽ അത് സമൂഹത്തിനുണ്ടാക്കുന്ന വിപത്ത് ചെറുതായിരിക്കില്ല. എന്ന് മാത്രമല്ല, ഇതിന്റെ മറ്റൊരു പ്രശ്നമാണ് ഈ ചികിത്സക്ക്, ഈ ഒരു സർജറിയുടെ അതിഗുരുതരമായ പ്രശ്നങ്ങളും അതിന്റെ അപകട സാധ്യതകളും. ലക്ഷങ്ങളുടെ സാമ്പത്തിക ചെലവ് ആവശ്യമായി വരുന്ന കോംപ്ലിക്കേറ്റഡ് ആയ 50ഓളം സർജറികൾ വരെ ആവശ്യമായി വരുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇതിന്റെ അപകട സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെയാണ് തൊട്ടടുത്ത വർഷം കേരളത്തിൽ ഒരു ട്രാൻസ് ആക്ടിവിസ്റ്റ് ആയിരുന്ന അനന്യ എന്ന ഒരു ട്രാൻസ്ജെൻഡർ ആത്മഹത്യ ചെയ്തത് ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയയുടെ സമയത്ത് സംഭവിച്ച ചെറിയ പേവ് മൂലം സംഭവിച്ച വേദന സഹിക്കവയ്യാതെയാണ്. ഇതിനും പുറമെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇത്തരം എല്ലാം സഹിച്ചും ക്ഷമിച്ചും നമ്മൾ ഈ പരീക്ഷണത്തിന് നിന്ന് കൊടുത്താൽ തന്നെ ഇത് പൂർണ്ണമായി സക്സസ്ഫുൾ ആവുന്നില്ല. ഒരാണിന് പൂർണ്ണമായിട്ട് പെണ്ണായി മാറാനോ ഒരു പെണ്ണിന് പൂർണ്ണമായിട്ട് ആണായി മാറാനോ ഒരിക്കലും തന്നെ സാധിക്കുകയില്ല. മനുഷ്യന്റെ ശരീരത്തിനകത്തെ ലക്ഷക്കണക്കിന് അല്ല ട്രില്യൺ കണക്കിന് വരുന്ന കോശങ്ങൾ ഇവന്റെ യഥാർത്ഥ ജെൻഡർ ഏതാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് അപ്പോഴും അവന്റെ ശരീരത്തിൽ ബാക്കി നിൽപ്പുണ്ട്. ഇങ്ങനെ ബാഹ്യതലത്തിൽ മാത്രം ആണായി മാറിയ ഒരു പെണ്ണൊരുത്തിയായിരുന്നു കഴിഞ്ഞ വർഷം കേരളത്തിൽ പ്രസവിച്ചത്.
അന്ന് ഇവിടെയുള്ള മാധ്യമങ്ങളും ഇവിടെയുള്ള പല ലിബറൽ ചിന്താധാരകളും ഇതിനെ ഒരു ശാസ്ത്രം ആണിനെ പ്രസവിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ കെട്ടിഘോഷിക്കാൻ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ അവിടെ ഒരു തൻ്റെ പിഞ്ചു കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ കഴിയാത്ത ഒരമ്മയെയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കുകയാണ്, യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം മനസ്സിന്റെ തോന്നലുകൾ കാണുന്നിരിക്കെ അതാണ് ചികിത്സിക്കപ്പെടേണ്ടത്. അതിന് പുറമെ ഇത്തരം കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നത് ഇവിടെയുള്ള LGBT ആക്ടിവിസത്തിന്റെ പ്രവർത്തനം മൂലമാണ്. ഇവരുടെ ലക്ഷ്യം ഇവർക്ക് വേണ്ടി അവകാശവാദങ്ങളും ഇരവാദങ്ങളും ഉയർത്തിയിട്ട് ഇവിടുത്തെ സാമൂഹിക ഘടനയെ പാടെ മാറ്റിമറിച്ച് അങ്ങനെ അതിന്റെ പിന്നിലൂടെ ഗേ സെക്സും ലെസ്ബിയൻസും പീഡോഫീലിയും അടക്കം സ്വാഭാവികമാണെന്ന് വരുത്തി തീർക്കാനുള്ള തന്ത്രപ്പാടുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.